ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ടോ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വണ്ടിയൊക്കെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഈ ഫുൾ വ്യൂ കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ. റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്. ഇതാണ് സിറ്റ് ഔട്ട്, ഇതാണ് വീടിന്റെ മുൻഭാഗമായിട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ തന്നെ ഇതാ ഇരിക്കാനുള്ള ഈ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ഈ ചുമരുമ്മലുള്ളത് ആമീന്റെ അശ്വിന്റെ ഓരോ വർഷത്തെയും ബർത്ത്ഡേ സമയത്തുള്ള ഫോട്ടോസാണ്. ഇന്ന് നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്നത് ഞങ്ങളുടെ ഹോളിലേക്കാണ്. ആ മൂലക്കാണ് കേട്ടോ ടി വി വെച്ചേക്കുന്നത്. പാർട്ടീഷനായിട്ടൊന്നും തിരിക്കാത്തോണ്ട് തന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ ഡൈനിങ് ടേബിൾ ഉള്ളത്. ഈ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ ടൂർ പോയപ്പോഴൊക്കെ എടുത്ത ഫോട്ടോസ് ആണ് കേട്ടോ. ആമീന്റെ അംഗനവാടിയിലെ ഫോട്ടോസും അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നീളമുള്ള ഹോളാണ് കേട്ടോ ഇത്. നേരെ വലതു ഭാഗത്തായിട്ട് ഇനി ഒരു റൂം ഉണ്ട് കേട്ടോ. ഇത് അച്ഛന്റെ അമ്മന്റെ റൂമാണ്. എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ. ഈ അലമാരിന്റെ കണ്ണാടിന്റെ മുന്നിൽ വെച്ചാണ് ഞാൻ പകുതി മുക്കാലും വീഡിയോ എടുക്കാറുള്ളത്. ഞങ്ങളുടെ റൂമിൽ ലൈറ്റിങ്ങിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഇതാ ഈ ബെഡും ഒരു അലമാരയും ഒരു മേശയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അച്ഛന്റെ അമ്മേന്റെയും കയറി വരുന്ന സ്ഥലത്തെ ഫസ്റ്റ് റൂം. പിന്നെ ഈ ഭാഗത്ത് ചുമരുമല ഇങ്ങനെ അലമാരി പോലത്തെ ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെയാണ് കൊണ്ടുവെക്കാറുള്ളത്. പിന്നെ ഇതാ ഹോളിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് ബേസും ടോയ്ലറ്റും ഒക്കെ ഉണ്ട്. പിന്നെ താഴെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഞങ്ങൾ അടുക്കള വരുന്നത്. എന്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് ഈ അടുക്കള പരിചയം ഉണ്ടാവും. എന്റെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇതാ ഇവിടുന്നാണ് വരുന്നത്. പിന്നെ ഞങ്ങളുടെ ഗ്യാസ് അടുപ്പൊക്കെ ഇതാ ഇവിടെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ വിറകിന്റെ പരിപാടിയൊക്കെ അപ്പുറത്താണ്, പുകയില്ലാത്ത അടുപ്പൊക്കെ അപ്പുറത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മിക്കവാറും പരിപാടിയൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് മിക്കവാറും. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന അറിയാതെ ഇവിടെ ചക്കേന്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ പുകയില്ലാത്ത അടുപ്പൊക്കെ ഉള്ളത്. പക്ഷെ ഞങ്ങൾ ഇവിടെ കത്തിക്കാറില്ല. ഞങ്ങൾ മഴയുള്ള സമയത്തൊക്കെയാണ് ഇവിടെ കത്തിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇതാ പുറത്തുനിന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത്. താഴെ നമ്മൾ ഇത്ര വിശദമായിട്ട് കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. പിന്നെ അനിയന്റെ കല്യാണത്തിനാണ് കേട്ടോ ലാസ്റ്റ് ഇവിടെ പെയിന്റ് അടിച്ചത്. അതാണ് ഈ ഭിത്തിയൊക്കെ ഇങ്ങനെ അലമ്പായിട്ടിരിക്കുന്നത്. സ്റ്റെയർ കയറിയിട്ടുള്ള നമ്മുടെ ഹാളിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല, ഇത് 2 നില വീടാണെങ്കിലും ഇതിന്റെ മുകളിൽ ഓടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുകളിൽ ഇതാ ഇതുപോലെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. താഴത്തേതുപോലെ തന്നെ ഇതാ ഇവിടെയും 2 ബെഡ്റൂമാണ് ഉള്ളത്. പിന്നെ താഴെയൊന്നും ഇത് വെക്കാൻ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതാ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഇതാ ഇത് ഇവിടെ കയറി വരുന്നിടത്ത് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനടുത്തായിട്ട് ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. താഴത്തേതുപോലെ തന്നെ അത്യാവശ്യം വലിയ ഹോളാണ് കേട്ടോ ഇത്. പിന്നെ ചില സ്ഥലത്തൂടെ കയറ് പോയത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. മഴയല്ലേ കാശ് ഞങ്ങൾ ഉണങ്ങാൻ ദാ ഇവിടെയാണ് കേട്ടോ ഇടാറുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുറെ ആ മൂലക്കുണ്ട്. ഇതാണ് പിന്നെ ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് മാത്രം കയറാനുള്ള ഞങ്ങളുടെ സിറ്റ് ഔട്ട്. ഞങ്ങളുടെ ഗ്രാമവണ്ടിയാണ് കേട്ടോ ദാ പോകുന്നത്. ഞങ്ങൾ റോഡ് സൈഡ് തന്നെയാണ്. അടുത്തടുത്ത് വേറെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ അടുക്കളേന്റെ മുകളിലായിട്ട് വരുന്നതായി ഈ ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല മഴയും ഒരുപാട് തുണികളുള്ളപ്പോഴും ഞങ്ങൾ ഇതാ ഇവിടെയാണ് കേട്ടോ തുണികൾ ഇടാറുള്ളത്. പിന്നെ അത്യാവശ്യം വിറകും വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെയാണ് കൊണ്ടുവയ്ക്കാറുള്ളത്. പിന്നെ ഈ സിറ്റ് ഔട്ടിലും ഉണ്ട് കേട്ടോ നിത്യന്റെ തയ്യൽ മെഷീനും കുറച്ച് സാധനങ്ങളും ഒക്കെ. പിന്നെ ഇതാ സ്റ്റെയർ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈറ്റ്. ഇനി നിങ്ങൾക്ക് ഞാൻ എന്റെ ബെഡ്റൂം കാണിച്ചു തരാം. എന്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം. ഏകദേശം 90% ആളുകളെ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നാൽ കിട്ടുന്ന ഒരു സമാധാനം വേറെ എവിടെ പോയാലും കിട്ടൂല. ഇവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ. പിന്നെ റൂമിന്റെ ഈ സൈഡിലായിട്ട് ഒരു അലമാര ഉണ്ട്. പിന്നെ ഈ നെറ്റിപ്പട്ടം പോലത്തെ സാധനം ആമീന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മുടെ വാൾ സ്റ്റിക്കർ വാങ്ങിയിട്ട് ഒട്ടിച്ച് കുളവാക്കിയ ഞങ്ങളുടെ ഭിത്തിയാണ്. പിന്നെ ഇതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഒന്ന് റിനോവേഷൻ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലില്ലാതില്ല കേട്ടോ. ചിലപ്പം പെട്ടെന്ന് നടക്കും. ഇനി അടുത്ത് നമുക്ക് നിത്യന്റെ റൂമിലോട്ട് പോകാട്ടോ, അനിയത്തിന്റെ റൂമിലേക്ക്. ഇതാണ് കേട്ടോ അവരുടെ റൂം. അവരുടെ റൂമിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് ഇതുപോലത്തെ ഫ്രെയിമുകൾ ഉണ്ട് കേട്ടോ. ഫ്രെയിമുകളും ഫോട്ടോസിന്റെ ഒരു കലവറയാണ് ഇവിടെ. ഇതിനകത്തും അലമാരയും ഡ്രസ്സിംഗ് ടേബിളും പിന്നെ ഒരു കൂളറും പിന്നെ ഒരു മേശയും അങ്ങനെയൊക്കെ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ ഇതാണ് അവരുടെ റൂം. പിന്നെ ഞങ്ങളുടെ 2 റൂം ഈ മുകളിൽ തന്നെയാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മേന്റെ മാത്രമാണ് താഴെയുള്ളത്. ഞങ്ങൾ രാവിലത്തെ വീട്ടുപണിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഏറെക്കുറെ സമയം ഇവിടെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും, ബാക്കി പുറക്കോ നടക്കും. അപ്പോൾ വീടൊക്കെ എല്ലാവരും കണ്ടല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.